بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് കൂടുതൽ അറിവും ചിന്തകളും അവബോധവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈമാനാണ് നമ്മുടെ ചർച്ച. അതിനിടയിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിലേക്ക് വഴിമാറുന്നതാണ് പറയാൻ അനിവാര്യമായ ചില വിഷയങ്ങൾ. നമുക്കറിയാം, നമ്മുടെ മനുഷ്യൻ്റെ ശത്രു, മനുഷ്യൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ശത്രു ഇബ്ലീസാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഇബ്ലീസ് മനുഷ്യൻ്റെ ശത്രുവാണ്. ശൈത്താൻ മനുഷ്യന് ഉപദ്രവങ്ങളും ശത്രുതയും ഉണ്ടാക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ഏകദേശം 25ഓളം സ്ഥലങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ശൈത്താന അദുവ്വുൻ ലക്കും ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി കാണണം എന്നുള്ളത് വളരെ വ്യക്തമായി ഖുർആനിൽ നിരന്തരം പലയിടങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പൊതുവെ നമ്മുടെ ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യം കൂടിയാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ശൈത്താൻ നമ്മുടെ ശത്രുവാണ് എന്നുള്ള ആ ശക്തമായ ആ വിശ്വാസം പല ആളുകളുടെയും ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല. പലരും ഷെയ്ത്താന്റെ പണിയാണ്, ഇത് ഷെയ്ത്താന്റെ പണിയാണ് എന്ന് പറയുമെന്നല്ലാതെ അവന്റെ ശത്രുതയുടെ ആഴം എന്താണ് എന്ന് നമുക്ക് ശരിക്കും അറിയാതെ പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഉപദേശകനായിക്കൊണ്ട് ഷെയ്ത്താൻ വരും. ചിലപ്പോ ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സാരോപദേശകനാണെന്നാ പറഞ്ഞത്. വഖാസമഹുമാ ഇന്നി ലക്കുമാ ലമിനൻ നാസിഹീൻ. സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപദേശകനാണ്, നല്ലത് വരണം നിങ്ങൾക്കെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞു. സാമ്പത്തിക വിഷയങ്ങൾ വരുമ്പോൾ അവിടെ സാമ്പത്തിക വിദഗ്ധനായിട്ട് വരും. അതുപോലെ തത്വചിന്തകൾ പറഞ്ഞു തരും. പണ്ഡിതന്റെ ലെവലിലായിരിക്കും ചിലപ്പോ വരിക. ചിലപ്പോ വലിയ വലിയ വിശ്വഗ്രന്മാരായിട്ട് വരും. മനുഷ്യനെ പഴപ്പിക്കാൻ പിശാചെടുക്കുന്ന റോളുകൾ പല റോളുകളിലും വരും. അതിൽ ഏറ്റവും ഗൗരവമുള്ള എന്നാൽ കൗതുകമുള്ള ഒരു റോളുണ്ട് പിശാച് വരുന്നത്. അവൻ ഖത്തീബായി കൊണ്ടുവരും. പിശാച് ഖത്തീബായി വരും. ഖുതുബത്തു ശൈത്താൻ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തന്നെയുണ്ട്. ശൈത്താന്റെ ഖുതുബ. വിശുദ്ധ ഖുർആനിലെ ഇബ്രാഹിം അധ്യായത്തിലെ 22ാമത്തെ ആയത്ത്. ആ ആയത്ത് ഖുതുബത്തു ശൈത്താനാണ്. ആ ഖുതുബ അവൻ പറയുന്നത് നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് സ്വർഗവും നരകവും അതിലേക്കുള്ള ആളുകളെ അല്ലാഹു തആല തീരുമാനിച്ച് എല്ലാവരും അതിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നരകത്തിൽ ഒരു മിമ്പർ ഇട്ടുകൊണ്ട് ശൈത്താൻ ഈ ഖുതുബ നടത്തും. ആ ഖുതുബ അല്ലാഹു തആല നമുക്ക് നേരത്തെ പറഞ്ഞു തരികയാണ് എന്താണ് ആ ഖുതുബ എന്നുള്ളത്. ഞാൻ പറയാനിരിക്കുന്ന വിഷയത്തിലേക്ക് ഈ ഒരു ഭാഗം വളരെ ആവശ്യമായതുകൊണ്ടാണ് ആമുഖമായി ഞാനത് പറഞ്ഞത്. ശൈത്താൻ പറയും, ലമ്മാ ഖുളിയൽ അംറു, കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചു കഴിയുമ്പോൾ,
എല്ലാ ആളുകളെയും വിചാരണ ചെയ്ത് വിചാരണ പൂർത്തിയായി, നന്മകളും തിന്മകളും തൂക്കി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല അങ്ങോട്ടേക്ക്. എല്ലാം പൂർണ്ണമായി കഴിയുമ്പോൾ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്. അള്ളാഹു നിങ്ങളോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു, അത് സത്യസന്ധമായ വാഗ്ദാനങ്ങളായിരുന്നു. വഅദ്തുക്കും, ഞാനും ചില വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. ഫഅഖ്ലഫ്തുക്കും, ഞാനത് ലംഘിച്ചു. അള്ളാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനം സത്യമാണ്, അത് സത്യമായി പുലരുക തന്നെ ചെയ്തു. എന്നാൽ ഞാൻ ചെയ്ത വാഗ്ദാനം അത് ഞാൻ ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താനിൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഇല്ല. ഇല്ല അൻ ദഅൗതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. ഫസ്തജബ്തും, നിങ്ങൾ ഉത്തരം തന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തണം. വമാ അന ബിമുസ്രിഹിക്കും, ഞാൻ നിങ്ങളുടെ ശിക്ഷകൾ ഏറ്റെടുത്ത് നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ആളല്ല. വമാ അൻതും ബിമുസ്രിഹിയ, നിങ്ങൾ എന്റെ കുറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റിയ ആളുമല്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, എന്നെ ശിർക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്നെ വലിച്ചഴിച്ചതിൽ നിന്ന് ഞാൻ ഇതാ ഒഴിവാക്കുകയാണ്. ഇന്ന വാലിമീന ലഹും അദാബുൻ അലീം, അക്രമകാരികൾക്ക് ശക്തമായ ശിക്ഷയുണ്ട്, വേദനാജനകമായ ശിക്ഷയുണ്ട്. ശൈത്താന്റെ ഖുത്ബയായിക്കൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ശരിക്കും ഒരു കൈകഴുകലാണ്. ഈ ഖുത്ബയില് പ്രധാനമായ 4 പോയിന്റുകളുണ്ട്. അത് ഇന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ആ 4 പോയിന്റ്. അതിൽ ഒന്നാമത് പറഞ്ഞ പോയിന്റ് ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, അല്ലാഹു തആല നിങ്ങളോട് ചില കരാറുകൾ ചെയ്തു, അത് ശരിയായ കരാറാണ്, സത്യസന്ധമായ കരാറാണ്. വിശുദ്ധ ഖുർആനിലാണ് അല്ലാഹു തആല നമ്മളോട് കരാർ ചെയ്തിട്ടുള്ളത്. എത്ര കരാറുണ്ടാവും ഖുർആനിൽ അല്ലാഹു ചെയ്ത കരാറുകൾ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അള്ളാന്റെ ഏതെല്ലാം കരാറ് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ 1000ഓളം കരാറുകൾ അള്ളാഹു മനുഷ്യന്മാരോട് ചെയ്തിട്ടുണ്ട്. 1000ഓളം കരാറുകൾ. ആ 1000ഓളം കരാറുകൾ അള്ളാഹു ചെയ്ത കൂട്ടത്തിൽ 13 സ്ഥലത്ത് അള്ളാഹു തആല ആ കരാറുകളെ സംബന്ധിച്ച് പറഞ്ഞത് ഈ കരാറുകൾ സത്യസന്ധമാണ്, ഇത് ഒരിക്കലും അള്ളാഹു ലംഘിക്കൂല എന്നാണ് പറഞ്ഞത്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ കരാറുകൾ സത്യമാണ്. ഫയഖൂലു, ചില ആളുകൾ പറയും, മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് ചില ആളുകളുടെ കാൽപ്പനികതയാണ്, ചിലർ മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് പറയും. പക്ഷെ അള്ളാന്റെ കരാറ് സത്യമാണ് എന്ന് 13 സ്ഥലങ്ങളിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഖുർആൻ ഓതുന്ന ആൾക്കാരില്ലേ, ഖുർആന്റെ തഫ്സീറുകൾ വായിക്കുന്ന ആളുകളാണ്, പല പല കാര്യങ്ങൾ പല രീതിയിലും കേട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മൾ. ചുരുങ്ങിയ പക്ഷം ഒരു 4 കരാറെങ്കിലും അള്ളാന്റെ കരാറിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. 1000ഓളം കരാറുകളിൽ നിന്നാണ് കേട്ടോ. 1000ഓളം കരാറുകളിൽ നിന്ന് ചുരുങ്ങിയ പക്ഷം ഒരു 4 കരാറെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ 4 കരാറുകളിൽ ഒന്നാമത്തെ കരാറ് ഫദ്കുറൂനി അദ്കുറുക്കും, അള്ളാന്റെ കരാറാണത്. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞ കരാറ്. പക്ഷെ ഈ കരാറ് നമ്മുടെ മനസ്സിലില്ല. എപ്പോഴും എന്നെ അള്ളാഹിനെ ഓർക്കുമ്പോ അള്ളാഹ് എന്നെ ഓർക്കും എന്നുള്ള കരാറ് നമ്മുടെ മനസ്സിലില്ല. ശൈത്താൻ ചെയ്ത കരാറ് നമ്മുടെ മനസ്സിലുണ്ട്.
അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅമുറുക്കും ബിൽ ഫഹ്ശാ. അത് നമ്മുടെ മനസ്സിലുണ്ട്. ശൈത്താന്റെ കരാർ എന്താണ്? ദാരിദ്ര്യം ഉണ്ടാകും. ശൈത്താന്റെ കരാറാണത്. ശൈത്താൻ നമ്മളോട് എപ്പോഴും കരാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വാക്കിൽപ്പെട്ടതാണ് ദാരിദ്ര്യം ഉണ്ടാകും. ദാരിദ്ര്യം എന്ന വാക്ക് അങ്ങനെ അല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അതുണ്ട് എപ്പോഴും. എന്താ? നമുക്ക് കിട്ടാണ്ടായി പോകുമോ, നമുക്കത് കിട്ടാതെ ആയി പോകുമോ, പട്ടിണിയായി പോകുമോ, ബുദ്ധിമുട്ടുണ്ടാകുമോ, കടം വന്നു പോകുമോ, സാമ്പത്തിക പ്രയാസത്തിൽ അകപ്പെട്ടു പോകുമോ? ഈ ഫിനാൻഷ്യലി പ്രോബ്ലംസ് നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക. ശൈത്താന്റെ വാഴയാണത്. ഒരു മുഅ്മിന് അതിന്റെ ആവശ്യമില്ല. മുഅ്മിന് ഈ ജാതി ബേജാറിൽപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അള്ളാന്റെ വേറൊരു കരാറുണ്ട്. നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽപ്പെടുന്ന അല്ല, നമുക്ക് വിഷയത്തിലേക്ക് വരാൻ വേണ്ടി പറയുന്ന അള്ളാന്റെ ഒരു കരാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ദരിദ്രന്മാരാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സമ്പന്നനാണ്. അല്ലാഹുവിന്റെ കരാറാ. അല്ലാഹു സമ്പന്നനാണെന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടി ബേജാറായിരിക്കുമ്പോ, ഒരു പ്രശ്നം, ഒരു സാമ്പത്തിക പ്രശ്നത്തെ പറ്റി ഓർത്ത് അവൻ ബേജാറായിരിക്കുമ്പോ അവന്റെ പുറത്ത് കെട്ടിട്ട് പറയണം, മോനെ അന്റെ ഉപ്പ മുതലാളിയാണ്, ഇജ്ജിന്തിനെ ബേജാറാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കഴിഞ്ഞാൽ ബേജാറുണ്ടാവോ? പിന്നെ ബേജാറാണ്ട ആവശ്യമില്ല. നിന്റെ ഉപ്പ റിച്ചാണ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ നിന്നും പ്രയാസം എത്രമാത്രം പോകും? നമ്മുടെ റബ്ബ് ഗനിയാണ്, സമ്പന്നനാണ്. എന്റെ റബ്ബ് ഒരിക്കലും എന്തില്ല, അവതാളത്തിലാക്കൂല. ആ ഒരു റബ്ബ് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ശൈത്താന്റെ ഈ ഇതുണ്ടല്ലോ, വഅദ, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അത് അലട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എല്ലാവിധ തോന്നിയാസത്വങ്ങളിലേക്കും മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാന്റെ വാഗ്ദാനം, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. പക്ഷേ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അള്ളാനെ കുറച്ച് ആൾക്കാരെ അള്ളാനെ ഓർക്കുന്നുള്ളൂ. അള്ളാനെ ഓർക്കുന്ന ആൾക്കാർ വളരെ കുറവാണല്ലോ. ഇന്ന് മഗ്രിബ് നിസ്കരിക്കാൻ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഫജ്ർ നിസ്കരിക്കാൻ എത്ര ആളുകൾ ഉണ്ടാകും? ഓരോ ജമാഅത്തുകൾക്ക് കൃത്യമായി എത്തിപ്പെടുക എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുന്നു എന്നതിന്റെ അടയാള. പക്ഷേ ആളുകളുടെ എണ്ണം കുറവാണ് അള്ളാനെ പറ്റി ഓർക്കാൻ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, മസലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. റബ്ബിനെ ഓർക്കുന്നവന്റെയും റബ്ബിനെ ഓർക്കാത്തവന്റെയും ഉപമ ജീവനുള്ളതും ജീവനില്ലാത്തതും പോലെയാണ്. റബ്ബിനെ ഓർക്കുമ്പോഴേ ജീവൻ ഉണ്ടാവുള്ളൂ. റബ്ബിനെ ഓർക്കുന്നില്ല എങ്കിൽ ജീവനില്ല എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടെ ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറയും, യഖൂലുല്ലാഹു, അല്ലാഹു പറയും, അന ഇൻദ വന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ പറ്റി എന്താണോ കരുതിയിട്ടുള്ളത് അതാണ് ഞാൻ. വല്ലാത്തൊരു പ്രയോഗം അത്. ഞാൻ എന്റെ റബ്ബിനെ പറ്റി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പറ്റി എന്താ കരുതിയിട്ടുള്ളത് അതാണ്. അള്ളാഹു എന്റെ ഈ വിഷയങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നാണ് കരുതിയിരിക്കുന്നത്? പരിഗണിക്കൂല. അള്ളാഹു എന്റെ നേരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കരുതിയിട്ടുള്ളത്? ശ്രദ്ധിക്കൂല. അള്ളാഹു എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണോ കരുതിയിട്ടുള്ളത്? ഏറ്റെടുത്തിരിക്കും. അള്ളാഹിനെ പറ്റി നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ രൂപം പോലല്ല, മറിച്ച് അള്ളാഹു നമ്മളോടുള്ളതായ സമീപനം എന്താണ് എന്നുള്ളത്. അവൻ എന്നെ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ അവനോടൊപ്പം ഉണ്ടാവും.
എന്നെ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഓർക്കാത്തപ്പോഴോ ഉണ്ടാവില്ല. അവൻ ഒറ്റക്കിരുന്ന് എന്നെ പറ്റി ഓർത്താൽ ഞാനും ഒറ്റയ്ക്ക് അവനെ പറ്റി ഓർക്കും. ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ വെച്ചാണ് അവൻ എന്നെ ഓർക്കുന്നതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ഇടയിൽ ഞാൻ അവനെ ഓർക്കും. അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്ന് പറയുമ്പോൾ ആ ആളുകൾ ആരായിരിക്കും? മലക്കുകളായിരിക്കും. ഖൈറം മിൻഹു എന്ന് പറഞ്ഞാൽ അവൻ എത്ര ആൾക്കാർ, ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹിനെ പറ്റി ഓർക്കുമ്പോ ഇതിനേക്കാൾ ഹൈറായ മലക്കുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹു നമ്മൾ ഓർക്കാണ്. ഒരു ചാൺ അവൻ എന്നോട് അടുക്കുകയാണ് എങ്കിൽ ഒരു മുഴം ഞാൻ അവന്റെ അടുത്തേക്ക് എത്തും. ഒരു മുഴം അവൻ എന്നെ അടുക്കുകയാണെങ്കിൽ ഒരു മാറ് ഞാൻ അവനിലേക്ക് അടുക്കും. അവൻ നടന്നാണ് എന്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ ഞാൻ ഓടി അവന്റെ അടുത്തേക്ക് എത്തും. എന്താ നമ്മൾ നടന്നിട്ട് അള്ളാഹ് ഓടിയെത്താന്ന് പറഞ്ഞത് അതിനർത്ഥം? അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ജമാഅത്തുകൾക്ക് അള്ളാഹുവിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി നടന്നു പോയാൽ അവന്റെ കാര്യങ്ങളിലേക്ക് അള്ളാഹു ഓടി വരും, എളുപ്പമാക്കി തരുമെന്നർത്ഥം. അപ്പോ അള്ളാന്റെ വാഗ്ദാനങ്ങളിൽപ്പെട്ട ഒരു പ്രധാനമായ വാഗ്ദാനമാണ് എന്ത്? അള്ളാനെ നമ്മൾ ഓർക്കുക. അപ്പോ അള്ളാഹു നമ്മളെ ഓർക്കും. രണ്ടാമത്തെ വാഗ്ദാനം ലഇൻ ശക്കർതും ലഅസീദന്നകും. അള്ളാന്റെ വാഗ്ദാന ലഇൻ ശക്കർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഏതൊരു നിഅമത്തിനാണോ നന്ദി കാണിക്കുന്നത് അത് ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. നിഅമത്തുകൾക്ക് നന്ദി ചെയ്തുകൊണ്ടിരിക്കും തോറും അല്ലാഹു അത് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നന്ദികേട് കാണിച്ചാലോ അള്ളാന്റെ ശിക്ഷ വേറെയായിരിക്കും. നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സബ്ജക്റ്റാണ്. നമ്മൾ അറിയുന്നില്ല സത്യത്തിൽ എന്ത് നന്ദിയാണ് നമ്മൾ ചെയ്തത് നമ്മുടെ റബ്ബിനോട്. അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നമ്മൾ വല്ലാണ്ട് പറയാറുണ്ടല്ലോ, പടച്ചോൻ തന്നാണ് ഇതൊക്കെ, എന്റെ റബ്ബ് തന്നാണ്. ഏത് നിഅമത്തിനാണ് നമ്മൾ അതിന് അർഹമായ ഗൗരവത്തോടു കൂടി നന്ദി കാണിച്ചിട്ടുള്ളത്? ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ നന്ദികേട് എന്നിട്ടും റബ്ബ് നമുക്ക് തരികയാണ്. ഒരു കുറവില്ല. എന്റെ അടിമകളിൽ നിന്ന് നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മളൊരു ഹദീസ് പലപ്പോഴും കേൾക്കാറുണ്ട്. പാതിരാത്രിയിൽ കാല് നീര് വരാൻ പാകത്തിന് നിന്ന് നിസ്കരിച്ച രംഗം അല്ലെ? അതേപോലെ തന്നെ പാതിരാത്രിയിൽ ഉറക്കം ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന രംഗം. നമ്മൾ നിസ്കരിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ കാലിന് നീര് വന്നിട്ടുണ്ടോ? ആരുടെ കാലിന് നീര് വന്നേക്കുന്നത്? ഇല്ല. എപ്പോഴെങ്കിലും നമ്മൾ ഒരു പാതിരാത്രി മുഴുവൻ റബ്ബിന് വേണ്ടി നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടോ? എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന നിഅമത്തിന് നന്ദിയാകാൻ വേണ്ടി. അതിനെപ്പറ്റി ആയിഷ ഉമ്മ ചോദിച്ചു, അള്ളാന്റെ റസൂലെ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. വരാനിരിക്കുന്ന തിന്മകളും കഴിഞ്ഞു പോയ തിന്മകളും അങ്ങക്ക് അള്ളാഹ് പുറത്തു തന്നിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്തിനാണ് അങ്ങ് ഇങ്ങനെ ഈ പാതിരാത്രിക്ക് ഇത്രയും അധ്വാനിക്കുന്നത്? അധ്വാനാണത്. ഇബാദത്ത് അധ്വാനാണ്. എവിടെ നമ്മൾ അധ്വാനിക്കാറ്? ഇബാദത്തിൽ എവിടെ നമുക്ക് അധ്വാനം ഉണ്ടോ? എവിടെയും. അതിന് അള്ളാന്റെ റസൂല് കൊടുത്ത മറുപടി എന്താ? അഫലാ അകൂനു അബ്ദൻ ശകൂറ. ആയിഷ, ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ഞാൻ? അത്രയും വലിയ ആളാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക. ഞാൻ നിങ്ങളുടെ ചിന്തക്ക് വിട്ടു തരികയാണ്. ഇതിപ്പം ഓരോരുത്തരുടെ കൽബിനകത്തിരിക്കുന്നതും ഓരോരുത്തരുടെ അമലുകളുടെ രീതികളൊന്നും എനിക്കറിയില്ല.
ഞാനിത് നിങ്ങൾക്ക് ഇന്ന് ചിന്തിക്കാനുള്ള ഒരു വിഷയമാക്കി ഇട്ട് തരിക. പോയി കിടക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്റെ റബ്ബിന് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഈ കിടന്ന കിടപ്പിൽ ഞാൻ അങ്ങോട്ട് മരിച്ചു പോയാല്, ഇത്രയും കാലത്തെ ജീവിതം 50 വയസ്സ് വർഷക്കാലം എന്റെ റബ്ബ് പരിപാലിച്ചു പോറ്റി എനിക്കെല്ലാം ചെയ്തു തന്നു, ഒന്നും ചെയ്തു തരാണ്ടിരുന്നിട്ടില്ല. ഇന്നത്തെ ഞാനായത് എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നു തന്നെയാണ്. എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒന്ന് തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഈ ഞാനാകൂല. എനിക്ക് ആവശ്യമായതെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ അതുമായിട്ട് നോക്കാം, അവന്റെ ഇതിലേക്കും ഇവന്റെ ഇതിലേക്കും, അപ്പുറത്തെ കാറ്, ഇപ്പുറത്തെ വീട്, ഇവന്റെ കച്ചവടം, ഇവന്റെ ലാഭം, അവന്റെ മക്കള്, അതിലേക്ക് എപ്പോഴും നമ്മുടെ ഇതിന്റെ അകത്തുള്ളതെന്ന് നമ്മൾ ചിന്തിക്കില്ല എപ്പോഴും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു തആലക്ക് ശുക്ർ, നന്ദി ചെയ്താൽ, ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്, അല്ലാഹു ജനങ്ങളോട് ഔദാര്യമുള്ളവനാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷേ ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും നന്ദി ചെയ്യാത്തവരാണ്. അപ്പോ അതാണ് രണ്ടാമത് അള്ളാന്റെ വാഗ്ദാനം നാം ഓർത്തിരിക്കണം. 4 വാഗ്ദാനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് ഇബ്ലീസിന്റെ ഖുതുബയിലെ ആ ഗൗരവം എന്താ നമുക്കറിയുള്ളൂ. ഇപ്പോഴും ഇബ്ലീസിന്റെ മനുഷ്യന്റെ ഖുതുബ, നമ്മുടെ ഖത്തീബിന്റെ ഖുതുബ ഇപ്പോഴും ഗൗരവമായിട്ട് നമുക്ക് ഒന്നും അല്ലെങ്കിലും ഇബ്ലീസിന്റെ ഖുതുബയെങ്കിലും ഗൗരവം കൊടുക്കണം നമ്മൾ. മൂന്നാമത്തെ അള്ളാന്റെ വാഗ്ദാനം, ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാന്റെ വാഗ്ദാനം. കഴിഞ്ഞ 17-ാം തീയതി ഒരു വിവാദം നടന്നു നമ്മുടെ കേരളത്തിൽ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി PMS സലാം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ്, നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ, എന്തിനാണ് അടയാളന്മാരുന്നത്? അതിന് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ ലെറ്റർ പേഡിൽ മുസ്ലിം ലീഗിന് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു. എന്താണ്? PMS സലാം എന്ന് പറഞ്ഞ ആള് സുന്നി ആദർശത്തെ എതിർക്കാൻ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോലെ എന്തിനാണ് ഇടയാളന്മാരെന്ന് ചോദിച്ചിരിക്കുന്നത്. ആ വാക്ക് അങ്ങനെ തന്നെ കൊടുത്തേക്ക. അത് നമ്മളുടെ ആദർശത്തിനെതിരാണ്, ഇതിന് തെറ്റാണ് എന്ന് പറഞ്ഞു വിമർശിച്ചുകൊണ്ട്. ഞാൻ പൊളിറ്റിക്സിൽ എനിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഉള്ള സമീപനങ്ങൾ തന്നെയാണ്, എല്ലാ പാർട്ടിക്കാരോടും ഒരേ സമീപനം തന്നെയാണ്. രാഷ്ട്രീയം നമുക്ക് ആ സന്ദർഭത്തിൽ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചിന്തിക്കാറുള്ളൂ, ഞാൻ പറയാറുള്ളൂ. പക്ഷേ അയാളൊരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം അയാളൊരു മുസ്ലിം എന്ന നിലയിൽ മാത്രം എടുത്താൽ മതി. വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള വർത്താനല്ലേ അയാളാ പറഞ്ഞത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ ദാസന് അല്ലാഹ് മാത്രം പോരെ, ഇടയാളന്മാരുടെ ആവശ്യമുണ്ടോ? വിശുദ്ധ ഖുർആനില് ഏകദേശം ഒരു 10ഓ 15ഓ ഇടങ്ങളിൽ മാത്രം എടുത്ത് വെച്ച് വെച്ചാ കുറെ ഉണ്ട്. അള്ളാഹു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫദ്ഉല്ലാഹ, നിങ്ങൾ അള്ളാഹിനോട് തേടിക്കോ. മുഖ്ലിസീന ലഹുദ്ദീൻ, മതം അവനാക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടുകൂടെ. ഇഖ്ലാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചേരാതെ, ഒന്നിനെയും ചേർക്കാതെ, ഒന്നിനെയും അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിനെയും ആ പ്രാർത്ഥനയിൽ ചേർക്കാതെ നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചോളാൻ ഖുർആൻ പറയുന്നത്. അത് താല്പര്യമില്ലാത്ത ആൾക്കാരാരാ? കാഫിരീങ്ങളാ. വലൗകരിഹൽ കാഫിറൂൻ, കാഫിരീങ്ങൾക്ക് അത് വെറുപ്പായിരിക്കും. കുഫ്രിയത്തുള്ളവന് അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വെറുപ്പായിരിക്കും. പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. ഖുർആൻ പറയുന്നു. ഞാൻ ഇതൊന്നും എന്റെ വക ഒന്നും പറയുന്നില്ല ഇനി പറയുന്ന വിഷയങ്ങളിൽ. 2-ാമത്തെ ആയത്ത്. 3-ാമത്തെ ആയത്ത്, ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. 4-ാമത്തെ ആയത്ത്, വമൻ അവല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹുവിന് പുറമെ
വിളിച്ചു തേടുന്നവർ, ദുആ ചെയ്യപ്പെടുന്ന ആളുകൾ, അവരെക്കാൾ വഴി പിഴച്ചവർ ആരാണുള്ളത്? ആരോടാ ദുആ ചെയ്യുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ വിളിച്ചാലും ഉത്തരം തരാത്ത ആളുകളോട് വിളിച്ചു തേടുന്ന ആളുകൾ. ഏതെങ്കിലും ഒരാൾക്ക് ഉത്തരം തരാൻ പറ്റും? ഒരു ഖബറാളിക്ക്, ഒരു ഖബറിൽ കിടക്കുന്ന, ഒരു ജാറത്തിൽ കിടക്കുന്ന അയാൾ നല്ല മനുഷ്യനായേക്കാം അല്ലേ? അയാൾ നല്ല മനുഷ്യനായേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജാഹിലിയ്യ സംസ്കാരത്തിന്റെ തനതായ പകർപ്പാണ് ഈ കാണിച്ചത്. വ്യക്തമായ പകർപ്പാണത്. ജാഹിലിയ്യ കാലഘട്ടത്തിലെ ആളുകൾക്ക് അള്ളാഹിനെ പറ്റി അറിയില്ലായിരുന്നു. നന്നായിട്ട് അറിയാലോ. ഇഷ്ടംപോലെ തെളിവുണ്ടല്ലോ ഖുർആനിൽ. അവര് അള്ളാഹുവിനെ നന്നായി അറിയുന്ന ആളുകളാണ്. وَإِذَا سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضِ. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹയാണെന്ന് പറയും. وَلَئِنْ سَأَلْتَهُمْ مَنْ سَخَّرَ الشَّمْسَ وَالْقَمَرَ. നക്ഷത്ര ചന്ദ്രഗോളാദികളെ സംവിധാനിച്ചവൻ ആരാ? ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹയാണെന്ന് പറയും. റബ്ബുസ് സമാവാതി സബ്അ, 7 ആകാശങ്ങളുടെ റബ്ബാരാണ്? അല്ലാഹയാണെന്ന് പറയും. വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഭക്ഷണം തരുന്നവൻ ആരാണ്? അല്ലാഹയാണെന്ന് പറയും. വമൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ആരാണ്? അല്ലാഹയാണെന്ന് പറയും. വമൻ യുദബ്ബിറുൽ അംർ, മുദബ്ബിറുൽ അംർ ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹയാണെന്ന് പറയും. ആകാശത്തു നിന്ന് മഴ ഇറക്കി തരുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹയാണെന്ന് പറയും. ആരാ ആരാ? മക്കയിലെ മുശ്രിക്കുകൾ. ഇതൊക്കെ മക്കയിലെ മുശ്രിക്കുകളെ പറ്റിയാണ്. അവിടെ ഒരു ചരിത്രമുണ്ട് കേട്ടോ. മക്കയിലെ മുശ്രിക്കുകൾ ഇത് പറയുമെന്ന് പറയുമ്പോൾ ഒരു ചരിത്രമുണ്ട്. AD 450കളിൽ അംർ ഇബ്നു ലുഹയ്യ് തുടങ്ങി വെച്ചൊരു ഫിത്ന ഉണ്ട്. അള്ളാഹുവിനോട് നേരിട്ട് തേടാൻ പാടില്ല, ഇടയാളന്മാര് വേണം എന്നുള്ളത് അംർ ഇബ്നു ലുഹയ്യ് തുടങ്ങിയതാ AD 450കളിൽ. കാരണം അതിനെന്താ കാരണം പറഞ്ഞത്? നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അല്ലാഹു തആല റഹ്മാനല്ല. റഹ്മാൻ ആയിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മളോട് ഇത്രയധികം ബുദ്ധിമുട്ട് നമുക്ക് തരില്ല. രോഗം, മരണം, ദാരിദ്ര്യം, ക്ഷാമം, കഷ്ടപ്പാടുകൾ, കച്ചവടത്തിലെ നഷ്ടങ്ങൾ, മക്കളുടെ മരണങ്ങൾ, ഇതൊക്കെ അള്ളാഹ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് റഹ്മാനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാകുമ്പോ. അപ്പൊ അള്ളാന്റെ റഹ്മാൻ എന്ന വിശേഷത്തെ നിഷേധിച്ചു കൊണ്ടാണ് ഇടയാളന്മാർ എന്ന സങ്കല്പത്തെ ഇവിടെ ആദ്യമായിട്ട് അംർ ഇബ്നു ലുഹയ്യ് ഉണ്ടാക്കിയത്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ 100-150 വർഷങ്ങൾക്ക് മുമ്പ്. ആ വിശ്വാസമാണ് മക്കക്കാർ വെച്ച് പുലർത്തിയിരുന്നത്. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുൽ, ലഅന തുടങ്ങുന്ന ഈ ബിംബങ്ങളൊക്കെയും അവരുടെ സങ്കല്പത്തിലുള്ളതുണ്ട്. മുമ്പ് ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളുണ്ട്. ലാത്തയെ പറ്റി പറഞ്ഞത് കാനല്ലാത്തു റജുലൻ സ്വാലിഹൻ യലിത്തു സബീകൽ ഹാജ്, ഹാജിമാർക്ക് പായസം വിളമ്പിക്കൊടുത്തിരുന്ന സ്വാലിഹായ മനുഷ്യന ലാത്ത. മരിച്ചപ്പോ ലാത്ത മരിച്ചപ്പോൾ അംർ ഇബ്നു ലുഹയ്യ് വന്ന് ചോദിച്ചു, അയിനല്ലാത്ത, ലാത്ത എവിടെ? അവർ പറഞ്ഞു ഇന്നഹു മാത്ത, ലാത്ത മരിച്ചുപോയി. അംർ ഇബ്നു ലുഹയ്യ് പറഞ്ഞു മരിച്ചിട്ടില്ല. പാറയുടെ ഉള്ളിൽ പോയേക്കാണ്, വിളിച്ചോളാൻ പറഞ്ഞു. അംർ ഇബ്നു ലുഹയ്യിന്റെ വാക്കിനെ എതിർത്ത് പറയാനുള്ള ത്രാണി അന്നത്തെ ത്വായിഫുകാർക്കില്ലാതെയായിപ്പോയി. ആ ത്രാണി നമുക്കുണ്ട്. അവര് വിളിച്ചു പ്രാർത്ഥിച്ചു. അംർ ഇബ്നു ലുഹയ്യ് പറഞ്ഞതുപോലെ ലാത്ത വിളി കേൾക്കും. 3 കാരണങ്ങളാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഇടയാളന്മാരെ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്നത്. 3 കാരണങ്ങളാണ്. ഞാൻ ആ 3 കാരണങ്ങൾ ഇവിടെ പറയാം, ആയത്തുകൾ സഹിതം പറയാം.
ആ 3 കാരണങ്ങൾ തന്നെയല്ല ഇന്ന് അള്ളാഹ്ക്ക് പുറമെ ഇടയാളന്മാരെ വെച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും പറയുന്നത്. നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ഒന്ന്, നിങ്ങൾ എന്തിനാണ് വല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ ഉണ്ടാക്കുന്ന ആളുകൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അള്ളാഹിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഔലിയാക്കന്മാരുടെ പുറകെ പോയതെന്ന് ചോദിച്ചാൽ അവര് പറയും, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന അടുപ്പക്കാരാണ് ഇവർ. ഇന്നും അതല്ലേ മറുപടി പറഞ്ഞു, അള്ളാഹിലേക്കുള്ള അടുപ്പക്കാരാണ് ഇവരെന്നല്ലേ പറഞ്ഞു, അള്ളാഹിനോട് ഏറ്റവും അടുത്ത ആൾക്കാർ അല്ലേ. രണ്ടാമത് അവർ പറയും, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ശുപാർശകന്മാരാണ് ഇവർ. ഇന്നും അത് തന്നെയല്ലേ പറയുന്നത്. മൂന്നാമത് പറയും, ഇന്നാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ ഉപ്പമാര് ചെയ്ത മുൻഗാമികൾ ചെയ്തതാണിത്, അത് ഞങ്ങൾ ചെയ്യുന്നു. അത് തന്നെയല്ലേ ഇന്നും പറയുന്നത്. ഈ 3 മറുപടിയിൽ അല്ലാണ്ടും 4മതൊരു മറുപടി ഇല്ലല്ലോ അവർക്ക്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ ഇവര് ആൾക്കാരോട് പറഞ്ഞ ആളുകളെ പൊട്ടന്മാരെ പൊട്ടീസാക്കണത് എങ്ങനെയാണെന്നറിയാമോ? അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല, ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇവരെ വിളിച്ചു തേടുകയാണ്. വിളിച്ചു തേടുന്നത് അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു തേടാവൂ എന്ന് ഖുർആനിൽ എവിടെ ഇല്ല. സാധാരണക്കാര് സമ്മതിക്കും അല്ലേ? ഒരു വിഷയത്തെ പറ്റി അറിയാത്ത ആൾക്കാർ അത് അംഗീകരിച്ചു കൊടുക്കും. ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഒരു ഫ്രൂട്ട്സ് എടുത്തിട്ട് അയാൾ പറയാണ്, ഇത് തുർക്കിന്ന് കൊണ്ടുവന്നാണ്, ഇത് വേറെ എവിടെ ഉണ്ടാകാത്ത സാധനമാണെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയാത്ത ആൾ സമ്മതിച്ചു കൊടുക്കും. അതിനെപ്പറ്റി അറിയുന്ന ആളാണെങ്കിലോ അത് തർക്കിക്കും. അതല്ല ആണോ അല്ലയോ എന്ന് തർക്കിച്ചു ചോദിക്കും. വിശുദ്ധ ഖുർആനില് വിളിച്ചു തേട്ടം അള്ളാഹുവിനോട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് നാദ എന്ന പ്രയോഗം അള്ളാഹുവിനോട് നടത്തിയിട്ടില്ല എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഖുർആനിൽ ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. സൂറ മറിയം ആരംഭിക്കുന്നത് എങ്ങനെയാ? കഫ്ഹായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ അല്ലേ? ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, അള്ളാഹുവിന്റെ അടിമയായ സക്കരിയക്ക് നിന്റെ രക്ഷിതാവ് കരുണ കാണിച്ച ആ വർത്തമാനത്തിന്റെ ഓർമ്മയാണിത്. സക്കരിയ നബിയോട് അള്ളാഹു കരുണ കാണിച്ചു. ആ കരുണയെ പറ്റിയാണ് ആ ആയത്തിൽ പറയുന്നത്. കരുണ കാണിക്കാനുള്ള കാരണം അള്ളാഹു പറയുന്നു, അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ചു തേടി. നിദാഅൻ ഖഫിയ, ഏറ്റവും ശബ്ദം താഴ്ത്തി രഹസ്യമായിക്കൊണ്ട് വിളിച്ചു തേടി. അതെങ്ങനെ ദുആയാകുന്നത്? ആ വിളിച്ചു തേട്ടം ദുആയാകുന്നത് എങ്ങനെയാ? ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, വലം അക്കും ബി ദുആഇക റബ്ബി ശഖിയ, നിന്റെ റബ്ബിനോട് നടത്തിയ ഈ ദുആ എന്നാണ് നാദയ്ക്ക് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ പേര്. ദുആ വിളിച്ചു തേട്ടം ഖുർആനിൽ ഇല്ല എന്ന് പറയാറില്ലേ? വിളിച്ചു തേട്ടം, അള്ളാഹുവിനോട് വിളിച്ചു തേട്ടം ഉണ്ട്. അതേ നിദാ തന്നെയാണ് അള്ളാഹ് അല്ലാത്തവരോട് നടത്തുന്നത്. ദന്നൂനിനെ സംബന്ധിച്ച്, യൂനുസ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞില്ലേ, ഇത് മുഗാദിബൻ, കോപിഷ്ഠനായിക്കൊണ്ട് അദ്ദേഹം പോയി. ഒരു സംഭവമല്ലേ, നമുക്കറിയാല്ലേ ആ സംഭവം. ദഅവത്ത് ചെയ്തിട്ട് ആരും അത് സ്വീകരിച്ചില്ല, അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പൊ ദേഷ്യം വന്നപ്പോ മൂപ്പരെന്ത് ചെയ്ത്, അതിട്ടിട്ട് ആ ദഅവത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടുപോയി. ഒരിക്കലും ഒരു പ്രവാചകന് അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ ഒരു ചലനം പാടില്ല, തീരുമാനം എടുക്കാൻ പാടില്ല. ആ നാട് വിട്ടു പോയ പോക്കിൽ അദ്ദേഹത്തെ അള്ളാഹു തആല അതിനനുസരിച്ചിട്ടുള്ള പരീക്ഷണം നൽകാൻ തീരുമാനിച്ചു. ആ പരീക്ഷണത്തിന്റെ ഫലമായിക്കൊണ്ട് അദ്ദേഹം ഒരു മീനിന്റെ വയറ്റിൽ പോയി പെട്ടു. അതാണ് ചരിത്രം. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്, മുഗാദിബൻ, ദേഷ്യപ്പെട്ട് അദ്ദേഹം പോയപ്പോൾ, അല്ലൻ നഖദിറ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ നമുക്ക് കഴിയില്ല എന്ന് കരുതിപ്പോയി.
അങ്ങനെ സമയത്ത് ഇരുട്ടുകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വിളിച്ചു തേടി. സാധാരണക്കാരുടെ മുമ്പിൽ പറഞ്ഞെന്താ? വിളിച്ചു തേട്ടം എന്നുള്ള ഖുർആനിൽ ഇല്ലെന്നാ. ആര് പറഞ്ഞു? ആ ആയത്തിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദഅവത്തു അഖി യൂനുസ മാ ദഅ ബിഹാ മക്റൂബുൻ ഇല്ലാ ഫറജല്ലാഹു അൻഹു ഖുർബതഹു. എന്റെ സഹോദരൻ യൂനുസിന്റെ ദുആ, വിളിച്ചു തേട്ടത്തിന് നബി പറഞ്ഞ ആ നാദ എന്ന പദത്തിന് നബി പറഞ്ഞ പ്രയോഗം എന്താ? ദുആ എന്നാണ്. ആ ദുആ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ആ ദുആ നടത്തിയാൽ അയാളുടെ പ്രയാസം അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. ഏത് ദുആയ? യൂനുസ് നബി നടത്തിയ ദുആ ഏതാ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പ്രയാസം അനുഭവിക്കുമ്പോൾ പ്രയാസം മാറിക്കിട്ടാൻ ഈ ദുആ മതി എന്നാ പറഞ്ഞത്. ഇപ്പൊ ദുആ ഇല്ലേ? വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ എവിടെയും അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ ഇടയാളനാക്കാം എന്ന് എവിടെയില്ല. അള്ളാഹിനോട് ദുആ ചെയ്യാൻ ഇടയാളന്മാർ വേണം, എവിടെയില്ല. എവിടെയും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദേഹം നബിയോടൊപ്പം യാത്ര ചെയ്യാണ് ഒട്ടകത്തിന്റെ പുറത്ത്. അങ്ങനെ പോകുമ്പോ പറയുകയാണ്, ഇബ്നു അബ്ബാസ് ഇബ്നു അഖി യാ ബുനയ്യ, പൊന്നു മോനെ, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അലാ ഉഅല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹിന്ന, നിനക്ക് ഉപകാരം കിട്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതിലൊന്നാമത് പറഞ്ഞത് ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അതേപോലെ തന്നെ തഅറഫ് ഇലൈഹി ഫി റഖാ, പ്രയാസമുള്ള ഘട്ടത്തിൽ നീ അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുക, എങ്കിൽ യഅരിഫുക ഫീ ശിദ്ദത്ത് തഅരിഫ് ഇലൈഹി ഫി റഖാ, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് നീ അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുക, എങ്കിൽ യഅരിഫുക ഫി ശിദ്ദ, പ്രയാസമുള്ള ഘട്ടത്തിൽ അല്ലാഹു നിന്നെ പറ്റി ചിന്തിക്കും. വഇദാ സഅൽത ഫസ്അലില്ലാ, നീ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചാൽ മതി. വഇദാ ഇസ്തഅൻത, നീ സഹായം തേടുന്നുണ്ടെങ്കിൽ വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടിയാൽ മതി. എവിടെ അല്ലാഹു അല്ലാത്തവരില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ബിംബങ്ങൾ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തഹിന്റെ അന്ന് കൽപ്പിച്ചല്ലോ. ആ ബിംബങ്ങളെല്ലാം കൊണ്ടുപോയി, പ്രതിമകൾ, കഅബയിൽ ഉണ്ടായിരുന്ന പ്രതിമകളെല്ലാം കൊണ്ടുപോയി മക്കയിലെ വേസ്റ്റ് കുഴിയിൽ തള്ളിയില്ല, തച്ച് തകർത്തുകൊണ്ട് വേസ്റ്റ് കുഴിയിൽ തള്ളി. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉയർന്നു നിൽക്കുന്ന ഖബറുകളെല്ലാം നിരപ്പാക്കുക എന്നാ പറഞ്ഞത്. ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ നിരപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ജാഹിലിയ കാലഘട്ടത്തിൽ ഖബറുകൾ കെട്ടിപ്പൊക്കിയിരുന്നു. ആ സംസ്കാരം ഇന്നും മുസ്ലിം ഉമ്മത്ത് തുറന്നുകൊണ്ടിരിക്കുക. ഖബർ കെട്ടിപ്പൊക്കുന്നതിനുള്ള ലോജിക്ക് എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഒരാൾ മരിച്ചാല് ആ മരിച്ച വ്യക്തിയെ മറവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ആ ഖബർ. പിന്നെ ആ ഖബറിന് എന്താ പ്രത്യേകത? പിന്നെ ആ ഖബർ നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. പരലോകത്തെ പറ്റി ചിന്തിക്കാൻ, റബ്ബിനെ പറ്റി ചിന്തിക്കാൻ, മരണത്തെ പറ്റി ചിന്തിക്കാൻ, അതിനുള്ളതാണ് ഖബർ. അത് കെട്ടിപ്പൊക്കുക എന്നൊരു സംസ്കാരം അത് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാ. ജാഹിലിയ കാലഘട്ടത്തിൽ അന്ന് ജാഹിലിയാക്കൾ കെട്ടിപ്പൊക്കിയ ഖബറുകളെ തച്ചുടച്ച് നിരപ്പാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഖുർആനിലോ ഹദീസുകളിലോ എവിടെയാണെങ്കിലും എടുത്ത് പരിശോധിച്ചാൽ
അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ ഇടയാളന്മാരാക്കുക എന്നുള്ളതോ എവിടെയില്ല. പിന്നെ നല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ, നല്ല ആളുകളുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദുആ ചെയ്യുന്ന സദസ്സിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അത് എതിരൊന്നുമല്ല, അത് ഇസ്ലാമിന് എതിരൊന്നുമല്ല. ഒരു നല്ല മനുഷ്യനുണ്ട് എങ്കിൽ അവിടെ പോയിരുന്നിട്ട്, അല്ലെങ്കിൽ അയാളെ അടുത്ത് കൊണ്ടിട്ട് അള്ളാഹുവിനോട്, കാരണം നമ്മളെക്കാൾ ഒരു നല്ലൊരു മനുഷ്യനുണ്ട്, ദുആ ചെയ്യാൻ കുറച്ചുകൂടെ അയാൾ ദുആ ചെയ്യട്ടെ, അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ സഹാബികളുടെ കാലഘട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മിനെ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, അങ്ങയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകൻ അങ്ങയോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, നീ ഉത്തരം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മിനെ, എളാപ്പാനെ ഞങ്ങൾ ഇരുത്തിക്കൊണ്ട്, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ, അത് കുഴപ്പമില്ല. അമൽ സ്വാലിഹാത്ത് ഉണ്ടോ നമുക്ക്, അത് വെച്ചോ. അമൽ സ്വാലിഹാത്ത്, റബ്ബേ ഞാൻ ചെയ്ത ഈ സ്വാലിഹായ പ്രവർത്തനത്തെ ഞാൻ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. ഇസ്ലാമിലെ തവസ്സുൽ എന്ന് പറഞ്ഞാൽ അതാണ്, ഇടതേട്ടം എന്ന് പറഞ്ഞാൽ അതാണ്. തവസ്സുൽ ഇല്ല എന്നല്ല അതിനർത്ഥം, ഈ ഇടതേട്ടം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. മരിച്ചുപോയവരുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത്, കറാമാത്ത് ഇതൊക്കെ കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് അത് ജാഹിലിയ്യത്തിന്റെ സംസ്കാരമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, എന്ത്, ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോ ഞാൻ ഉത്തരം തരാം. നാലാമത്തെ അള്ളാഹുവിന്റെ വാഗ്ദാനം, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അള്ളാഹു നശിപ്പിക്കൂല. അപ്പൊ അതിന്റെ അർത്ഥം വലിയ ഗൗരവമുള്ളതാണ് ഇസ്തിഗ്ഫാർ എന്നാണ്. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനതയെ അള്ളാഹു നശിപ്പിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് എവിടെ ഇപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാത്തത് എന്താണെന്ന് ചിന്തിക്കാറുണ്ട്. ചില അറബ് രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന തോന്നിയാസങ്ങൾ കാണുമ്പോ ചിലപ്പോ ചിന്തിച്ചു പോകും, എന്താണ് ഇവിടെ ഒന്നും അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങാത്തത് എന്ന്. അല്ല, അവിടെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇവിടെ എന്തേ അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങാത്തത്? അള്ളാഹ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുണ്ടാവും. അതില്ലാത്ത വരുന്ന ഒരു ഘട്ടം വരുമ്പോഴായിരിക്കും അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങുക. അപ്പൊ അത് മനസ്സിലാക്കണം. അപ്പൊ ഇബ്ലീസ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് അള്ളാഹ് പാലിച്ചു. ഞാൻ ചില വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ ആ വാഗ്ദാനങ്ങൾ ലംഘിച്ചു. അതാണ് ഒന്നാമത് പറഞ്ഞ പോയിന്റ്. രണ്ടാമത് അയാൾ പറഞ്ഞത്, വമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താനി ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ഫലാ തലൂമുനി വലൂമു അൻഫുസകും. കുറ്റം നിങ്ങളുടേതാണ്, എന്റേതല്ല. കാരണം എനിക്ക് നിങ്ങളുടെ മേൽ അധികാരമൊന്നുമില്ല. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പിശാചിന്, ശൈത്താന് നമ്മുടെ മേൽ ഒരധികാരം ഇല്ല. ആധിപത്യമോ ഒരധികാരമോ നമ്മുടെ മേൽ കൊടുത്തിട്ടില്ല. അവന് ആകെ കൊടുത്തത് എന്ത് മാത്രാണ്? നമ്മളെ വസ്വാസിലാക്കാം, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി തരാൻ പറ്റുമോ? അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ആകെ അധികാരം. എന്നാൽ ഇന്നത്തെ സമുദായത്തിലെ ചില ആളുകള് അള്ളാനേക്കാൾ പവറുള്ളതാണ് ശൈത്താൻ എന്നതിലേക്ക് എത്തിച്ച്. ശൈത്താനാണ് എല്ലാ പവറും, എല്ലാ അധികാരവും. അവൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഒന്നും ചെയ്യൂല. ആകെ ചെയ്യുന്ന പണി, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങി പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ പെരിന്തൽമണ്ണക്കുള്ള റോഡ് ഇങ്ങോട്ട് പോകുന്നതിന് പോലെ അങ്ങോട്ടാണെന്ന് തോന്നിപ്പിക്കും. അപ്പൊ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അത് നമുക്കില്ലേ? എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ പോയി, വഴി തെറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ. റൂട്ട് തെറ്റിക്കാൻ അവൻ മിടുക്കനാണ്. അതിന് അല്ലാഹു തആല അവനെ പെർമിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
അതല്ലാതെ കണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ഉണ്ടാക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഉള്ള പവറൊന്നും അല്ലാഹുവിന് കൊടുത്തിട്ടില്ല. നമുക്ക് വസ്വാസം ഉണ്ടാക്കാം. ആ വസ്വാസിലൂടെ പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ മുമ്പില് നമ്മൾ ഒരു വാഹനത്തിൽ സ്പീഡിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ മുമ്പിൽ കിടന്നിട്ട് നമ്മുടെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യും? തെറ്റുമ്പോ നമ്മുടെ വണ്ടി മറിഞ്ഞാടും, നമുക്ക് പരിക്ക് പറ്റും, ഒക്കെ ഉണ്ടാവും. അവൻ എന്താ ചെയ്തിട്ടുള്ളൂ? നമ്മളെ കൺഫ്യൂഷൻ ആക്കേ ചെയ്തിട്ടുള്ളൂ. അവൻ എന്നെ ഉന്തിയിട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് അങ്ങനെ കണ്ടപ്പോ വണ്ടി പിടിച്ച് നിർത്തിയിട്ട് അവന്റെ ഡാൻസ് കഴിഞ്ഞിട്ട് പോകൽ നമ്മുടെ ഉത്തരവാദിത്തം. അതാണ് നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അതാണ് അവൻ പറയുന്നത്, വമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ എനിക്ക് ഒരു ആധിപത്യം ഇല്ല. ഇല്ല അൻ ദഅൗതുക്കും, ഞാൻ നിങ്ങളെ വിളിച്ചു, ഫസ്തജബ്തും, നിങ്ങൾ ഉത്തരം തന്നു, അത്രയല്ലേ ഉള്ളൂ. അവന്റെ വിളിക്ക് ഉത്തരം കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ കുറ്റം. അള്ളാഹു ചോദിക്കുന്നുണ്ട് ഒരു വല്ലാത്തൊരു ചോദ്യം, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം. ഈ ചോദ്യം എപ്പോഴാണെന്നറിയോ? ഈ ചോദ്യം വിചാരണ ആക്കി കഴിയുമ്പോഴാണ്. വിചാരണ പൂർത്തിയാക്കി ഇനി ഓരോരുത്തർക്കുമുള്ള ശിക്ഷാ നടപടികൾ ആരംഭിക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിന്റെ ഈ ചോദ്യം, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ഓ ബനു ആദമേ, ഞാൻ നിങ്ങളോടൊരു കരാറുണ്ടാക്കി, ഒരു വാഗ്ദാനം ചെയ്തിരുന്നില്ലേ? നിങ്ങളോട് ഒരു മുന്നറിയിപ്പ് തന്നിരുന്നില്ലേ? എന്താണ്? അല്ലാ തഅബുദു ശൈത്താൻ, ഷെയ്ത്താനിനെ ഇബാദത്ത് എടുക്കരുതെന്ന്. ഷെയ്ത്താന് നമ്മൾ ആരെങ്കിലും ഇബാദത്ത് എടുക്കുന്നുണ്ടോ? ഷെയ്ത്താന് വേണ്ടി ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? ഷെയ്ത്താന് വേണ്ടി നോമ്പ് പിടിക്കുന്നുണ്ടോ? ഷെയ്ത്താന്റെ മുമ്പിൽ ആരെങ്കിലും സുജൂദ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഷെയ്ത്താന് ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവന്റെ കൽപ്പനക്ക് നമ്മൾ വശംവദരാകുക, അള്ളാന്റെ കൽപ്പന ലംഘിക്കുക, അത് ഷെയ്ത്താൻ ഇബാദത്ത് എടുക്കല. അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ഷെയ്ത്താൻ ഇബാദത്ത് എടുക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ പ്രബലമായ ശത്രുവാണെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം, എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കൂ, ഇതാണ് ശരിയായ മാർഗം എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ് ശരിയായ മാർഗം. അള്ളാഹ് അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ ഉണ്ടാക്കി തന്ന ദീനാണ്, നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ മനസ്സിലാക്കി നോക്ക്, ഇവിടെ പരസ്യമായിട്ട് ശിർക്ക് ചെയ്യുന്ന മുസ്ലിമീങ്ങളുണ്ട്. നമ്മളും സമസ്തക്കാരും ഒരേപോലെ അംഗീകരിക്കുന്ന ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, അല്ലേ? ഗുരുവായൂരിൽ പോയിട്ട് തുലാഭാരം നടത്തിയ ആൾക്കാരുണ്ട്. അതേപോലെ എന്താണ് കൃഷ്ണന്റെ പ്രതിമ ഉണ്ടാക്കി കൊടുത്ത് ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അമ്പലത്തിൽ പോയി നേർച്ച വഴിപാടുകൾ ചെയ്യുന്ന മുസ്ലിമീങ്ങളുണ്ട്. അതേപോലെ തന്നെ ജ്യോത്സ്യന്റെ മുമ്പിൽ പോയി, അതൊക്കെ ശിർക്കാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഏതെങ്കിലും മഹല്ല് കമ്മിറ്റിക്ക് സമസ്ത കത്ത് കൊടുത്തോ, നിങ്ങളുടെ മഹല്ലിൽപ്പെട്ട ഇന്ന വ്യക്തി ഇന്ന ശിർക്ക് ചെയ്തിരിക്കുന്നു, അവർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ ബോധവൽക്കരിക്കണം എന്ന് ഏതെങ്കിലും ഒരു മഹല്ല്, അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തനം തെറ്റാണ് എന്ന് നിങ്ങൾ പരസ്യപ്പെടുത്തണം എന്ന് സമസ്ത കത്ത് കൊടുത്തോ? ഇല്ല. എന്ത് കൊടുക്കാൻ? അത് കൊടുക്കില്ല. അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ പ്രശ്നമായി. അള്ളാഹു ഖുർആനിൽ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് പുറമെ ശുപാർശകന്മാരെ നിങ്ങൾ ഉണ്ടാക്കുകയാണോ? അവർക്ക് ഒരു വസ്തുവിന്റെ മേലും ഉടമസ്ഥാവകാശമില്ല എന്ന് അവർക്കറിയില്ലേ? അവർ ചിന്തിക്കുന്നില്ലേ? പറയൂ, ലില്ലാഹി ശഫാഅത്തു ജമീഅ, അല്ലാഹുവിനാണ് ശുപാർശയുടെ അധികാരം. ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അവനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ.
പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ അള്ളാഹുവിനെ പറ്റി മാത്രം അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം അസ്വസ്ഥത ഉണ്ടാവും. അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹിനോട് നേരിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജാതി ഇടങ്ങേറായിരിക്കും അവർക്ക്. എന്നാൽ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും ചേർത്ത് പറഞ്ഞാൽ ഇതാകും അവർക്ക് വലിയ സന്തോഷമായിരിക്കും. ഖുർആൻ പറയണ പഠിച്ചോനും മൊയ്തീൻ ഷേഖിന്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോൻ അത് ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ, അല്ലെ മൊയ്തീൻ ഷേഖ് അങ്ങനെ ചെയ്ത് മമ്പർത്തെ തങ്ങളുടെ പോളിസിയാണിത്, എന്ത് സന്തോഷമായിരിക്കും അറിയും, വല്ലാതെ സന്തോഷമായിരിക്കും. നിങ്ങൾ പോയിട്ട് അവരോട് പറഞ്ഞു നോക്കിയേ, അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം അസ്വസ്ഥത ഉണ്ടാവും, ഒരു വെറുപ്പായിരിക്കും നമ്മളോടൊക്കെ. നമ്മളോട് ഇത്രയും വെറുപ്പുള്ള ആൾക്കാർ അവർ ഇത്രയും വെറുപ്പുണ്ടാകാൻ കാരണം എന്താ? അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത് കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങളോട് അന്ന് ചെയ്ത വാഗ്ദാനം, ആ നരകം ഇതാ, നിഷേധിച്ചതിന്റെ ഫലമായി നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക. അപ്പൊ കുറ്റം നമ്മളുടേതാണ്. ശൈത്താൻ പറയുന്നുണ്ട് എന്നെ കുറ്റപ്പെടുത്തണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട്, എന്നിട്ടും നിങ്ങള് ഞാൻ വിളിച്ചു നിങ്ങൾ ഉത്തരം തന്നു. നിർബന്ധിച്ചു കൊണ്ടുപോയിട്ട് കൈയും കാലും കെട്ടിയിട്ടിട്ട് നിങ്ങളോട് ശൈത്താൻ ഇബാദത്ത് എടുക്കാൻ പറഞ്ഞാരെങ്കിലും ഇല്ലല്ലോ. ശൈത്താന്റെ ഖുതുബയിലെ മൂന്നാമത്തെ പോയിന്റ്, വമാ അന ബിമുസ്രിഹിക്കും വമാ അൻതും ബിമുസ്രിഹിയ ഇന്നി കഫർതു ബിമാ അശറക്തുമൂനി മിൻ ഖബൽ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്ത ശിർക്കിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ശൈത്താൻ ആരോടെങ്കിലും ശിർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ശൈത്താൻ ആരോടെങ്കിലും ശിർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശൈത്താൻ ശിർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടേ ഇല്ല. ശൈത്താൻ പറയുന്നത് എന്താണ്? ശൈത്താൻ പറയുന്നത് എന്താണ്? ശിർക്കിൽ നിന്ന് തൗഹീദിൽ നിന്നും വ്യതിചലിക്കാനുള്ള മാർഗങ്ങളെ പറഞ്ഞുതരുള്ളൂ. പോയിട്ട് ശിർക്ക് ചെയ്യും, ശുപാർശകന്മാരാക്കുകയും അള്ളാഹുവിന് പുറമെ ആരാധകരുണ്ടാക്കിയതൊക്കെ നമ്മൾ തന്നെയാണ്. ഈസാ നബീനോട് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, ഓ മറിയമിന്റെ പുത്രനായ ഈസ, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, നിന്നെയും നിന്റെ ഉമ്മയെയും എനിക്ക് പുറമെ ഇലാഹുകളാക്കാൻ നീ പറഞ്ഞിരുന്നോ എന്ന് ഈസാ നബിയോട് അല്ലാഹു തആല ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ഈസാ നബി പറയും, സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, എനിക്ക് അറിയില്ല അതിനെപ്പറ്റി, ഞാൻ അറിയാത്തൊരു കാര്യമാണത്. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു തഅലമു മാ ഫീ നഫ്സി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീ അറിയില്ല അല്ലാഹുവേ. വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയാൻ കഴിയില്ല. ഇന്നക അൻതൽ അല്ലാമുൽ ഗുയൂബ്, നീ ഗൈബുകൾ അറിയുന്നവനാണ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്. ഈസാ നബി കൈ കഴുകും. ശിർക്ക് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. മൊയ്തീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് എന്നെ വിളിച്ചോളാൻ? ഇല്ല. ബദ്രീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നെ വിളിച്ചോളാൻ? ഇല്ല. ഒരാളും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചോളാൻ. ലേറ്റസ്റ്റ് ഔലിയാക്കന്മാര് പറയും എന്നെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പുതിയ പുതിയ ഔലിയാക്കന്മാരുണ്ടല്ലോ, ന്യൂ ഔലിയാക്കന്മാർ, അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നെ വിളിച്ചോളാൻ. എന്റെ അഭിപ്രായത്തിൽ CM മടവൂര് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവുള്ളൂ. എന്തുമാകട്ടെ, സഹായിക്കാൻ ആർക്കും കഴിയില്ല അന്ന്. നാലാമത് ഇബ്ലീസിന്റെ ഖുതുബയിലെ നാലാമത്തെ വാക്ക്, ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം, നിശ്ചയം അക്രമകാരികൾക്ക് വേദനയുള്ള ശിക്ഷ ഉണ്ടാവും. അപ്പൊ ഈ ഇൽമെല്ലാം ഉണ്ടല്ലോ, ഈ എല്ലാ വിവരവും അവന്റെ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുമെന്നും അവന് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇബ്ലീസ് അള്ളാഹുവുമായിട്ടൊരു യുദ്ധം പ്രഖ്യാപിച്ചത് അത് തിരിച്ചറിയണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കൂ. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായി യുദ്ധം പ്രഖ്യാപിച്ചത്
ഞാൻ ഭൂമിയിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുകയും ഇബ്ലീസിനോട് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തു. അത് ഇബ്ലീസിന് പറ്റിയില്ല. അപ്പോ അവനേക്കാൾ ഞാനാണ് ശ്രേഷ്ഠൻ, അള്ളാഹുവിന്റെ ഈ തീരുമാനം തെറ്റാണ് എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള വെപ്രാളത്തിലുള്ള ഓട്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാത്ത ഒരു വിഭാഗത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത് അള്ളാന്റെ കൽപ്പനക്ക് ഞാൻ എതിര് പ്രവർത്തിച്ചിട്ടില്ല എന്നും അള്ളാന്റെ തീരുമാനം തെറ്റാണെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അത് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവന് ബോധ്യപ്പെടും അള്ളാന്റെ തീരുമാനമാണ് ശരി, അവന്റെ നിലപാട് തെറ്റാണ് എന്ന് ബോധ്യപ്പെടും. ഇതാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം സൂറത്ത് ഇബ്രാഹീമിലെ 22-ാമത്തെ ആയത്ത്, അത് നമ്മൾ ഈ സമകാലിക വിഷയവുമായി ചേർത്ത് വെക്കൽ അനിവാര്യമാണ്. അള്ളാഹു ഖുർആനിൽ ചോദിച്ചൊരു ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ ദാസന്, തന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലയോ? അതിന്റെ ശേഷമുള്ള വാക്ക് കണ്ടില്ലേ, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. അല്ലേ? ശരിയല്ലേ? മറ്റുള്ളവരുടെ പേരും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയല്ലേ ചെയ്യണത്. ആ തങ്ങന്മാരെ കുറ്റക്കേടിട്ടും ഔലിയാക്കന്മാരെ കുറ്റക്കേടിട്ടും ഇവരുടെ കുറ്റക്കേടിട്ട് ശാപം ഉറങ്ങും, അതുണ്ടാകും ഇതുണ്ടാകും, പേടിപ്പിക്കുക ചെയ്യണം. ഇസ്ലാം എന്നുള്ളത് മോചനത്തിന്റെ മതമാണ്. ഭയത്തിൽ നിന്നുള്ള മോചനാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആളുകൾ, മുസ്ലിമീങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ 5 നേരം നിസ്കരിക്കുന്നു, നെറ്റിയിൽ നിസ്കാരത്തഴമ്പുണ്ട്, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് പിടിക്കുന്ന എല്ലാ ഇബാദത്തുകളും ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും അന്ധവിശ്വാസത്തിന്റെ അടിമകളാണ്. അങ്ങനെ ഏറ്റവും വലിയ തെളിവാണ് ആ മുസ്ലിയാക്കന്മാരുടെ സംഘടന ഇറക്കിയ ആ പ്രസ്താവന. അത്ഭുതപ്പെട്ടുപോയി. അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ പ്രസ്താവന ഇറക്കില്ലായിരുന്നു. വേറെന്തെങ്കിലും ഉള്ളിലൂടെ എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷെ ഇതാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് റബ്ബ് ചെയ്ത പണിയാ. ആ പ്രസ്താവന വന്നതോടുകൂടെ കാര്യങ്ങൾ കുറെ കൂടെ നമുക്ക് വ്യക്തമായി. പല ആളുകളും ചിന്തിക്കാറുണ്ട്, അവരൊന്നും അങ്ങനെ ഇല്ല, അവരൊക്കെ നല്ല ആൾക്കാരാണ്, അവരെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ അപകടമല്ലേ മുസ്ലിം ഉമ്മത്തിനെ പഴിപ്പിക്കുക എന്നുള്ളത്. നമ്മളെ വഴി പഴിപ്പിക്കല്ലേ, തൗഹീദിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുക ചെയ്യുന്നു. അത് വ്യതിചലിപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ ആളുകളായിക്കൊണ്ടൊരു വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടാകും. നമ്മൾ നമ്മുടെ ഈമാൻ സൂക്ഷിക്കണം. ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആളാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ എതിർക്കുകയോ ചെയ്യണമെന്നല്ല എന്നർത്ഥം. നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിന്റെ ആളായാലും കുഴപ്പമില്ല. പക്ഷേ അള്ളാഹ്ക്ക് പുറമെ വേറെ ആളെ വിളിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരാളെയും പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മിനിമം തിരിച്ചറിവുണ്ടോ നിങ്ങൾക്ക് കഴിച്ചിലാകാൻ പറ്റും. അത് ആർക്കും കഴിച്ചിലാകാൻ കഴിയും. ഏതായാലും അള്ളാഹു അത്തരം വിപത്തുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിന് ചോദിക്കാനുണ്ടാകില്ല. അതെ അതെ, സംശയിക്കണ്ട. ആ സംശയത്തിലാണ് നമുക്ക് അള്ളാഹു അതേ ലെവലിലായിരിക്കും, വേണേ കൊടുക്കാം, വേണ്ടി വേണ്ട എന്നുള്ളത് വരുന്നത്. അള്ളാഹുവിനുള്ള വിശ്വാസം ശരിയായ നിലയിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്, അതിന്റെ ആശയം അതാണ്. അത് നമ്മൾ എത്രമാത്രം ശക്തിയുണ്ട്, എന്റെ ഈ വിഷയം എന്റെ റബ്ബ് പരിഹരിക്കും, അത് പരിഹരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണം എന്ന് പറയുന്നു, അത് തെറ്റാ. എനിക്ക് നാളെ രാവിലെ എനിക്ക് 1 കോടി രൂപ വേണം. 1 കോടി രൂപ നാളെ രാവിലെ വേണം, ഇല്ലേ? എന്റെ റബ്ബ് അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ ആ 1 കോടി രൂപ തരുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് അത് വേണോ വേണ്ടയോ, അതിനേക്കാൾ ഹൈറായതാണോ അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ളതാണോ, അത് റബ്ബ് അത് പരിഹരിച്ചു തരും. പക്ഷെ നാളെ രാവിലെ എനിക്കൊരു പക്ഷേ ആ പൈസ ആയിരിക്കില്ല വരിക, എന്റെ ആ പ്രശ്നമായിരിക്കും അവിടെ പരിഹരിക്കുക. നമുക്കതാ വേണ്ടത്, നമ്മുടെ പ്രശ്നം പരിഹരിക്കല്ലേ നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കുക എന്നുള്ളതല്ല റബ്ബിന്റെ പണി.
നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക, നമുക്ക് ഹൈറായ രീതിയിൽ നമ്മളെ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ, അള്ളാഹുവേ എനിക്ക് നാളെ ഇന്ന ആവശ്യമുണ്ട്, അത് നീ നടപ്പിലാക്കി തരണേ എന്നല്ല പറയേണ്ടത്. മറിച്ച് അള്ളാഹുവേ എനിക്ക് നാളെ ഇന്ന ആവശ്യമുണ്ട്, അതിൽ ഹൈറായത് നീ എനിക്ക് ചെയ്തു തരണേ അല്ലാ, അതെനിക്ക് ഹൈറായത് ചെയ്തു തരണേ അല്ലാ. അയ്യൂബ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നി മസ്സനി അദ്ദുറു, എനിക്ക് പ്രയാസമുണ്ടായി അല്ലാഹുവേ എന്റെ പ്രയാസം മാറ്റി തരണേ എന്നല്ല പറഞ്ഞത്. അൻത അർഹമുർ റഹീമീൻ, നീ കരുണയുള്ളവനാണല്ലോ. ഈ പ്രയാസത്തിന്റെ പരിഹാരം ഏത് നിലയിലാണോ നീ പരിഹരിക്കുന്നത് അത് പരിഹരിച്ചോട്ടെ. അപ്പൊ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ എനിക്കൊരു കോടി വേണം, നാളെ ഒരു കോടി എനിക്ക് എത്തിച്ചേരണം എന്നല്ല പറയേണ്ടത്. മറിച്ച് എനിക്ക് നാളെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതിൽ ഹൈറായ തീരുമാനം നീ എടുക്കണേ അല്ലാഹ്. അതാണ്, അപ്പോഴാണ് അള്ളാഹു അതിൽ ഹൈറായ തീരുമാനം കൈക്കൊള്ളുക. പറഞ്ഞില്ല. അല്ലാഹു ഖൈറാക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.